നിദ്രയുടെ ദുരിതങ്ങൾ അവിടെ തുടങ്ങുമായിരുന്നു. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഇടയിൽ പെട്ടെന്നാണ് ആ വാർത്ത പാട്ടായത്. ഫേമസ് ആക്ടർ രുദ്രദേവിൻ്റെ കൂടെ ക്യാഷിന് വേണ്ടി കിടക്ക പങ്കിട്ടവൾ എന്ന വിശേഷണം എളുപ്പത്തിൽ അവൾക്ക് ചാർത്തിക്കൊടുത്തു. ആ വാർത്തകൾക്ക് പിന്നിൽ സത്യഭാമയും ദേവയാനിയുമായിരുന്നു. അയൽക്കാരോടും ബന്ധുക്കളോടുമെല്ലാം സത്യഭാമ നിദ്രയുടെ ദുർനടപ്പിനെ കുറിച്ച് വാദാരാതെ പറഞ്ഞു നടന്നു. ദേവയാനിയും ഒട്ടും മോശമായിരുന്നില്ല. അറിയാത്തവരോട് പോലും ദേവയാനി നിദ്രയെക്കുറിച്ച് മോശമായി പറഞ്ഞു. ഇക്കാര്യത്തിൽ അവർ ഇരുവരും എന്തോ ക്രൂരമായി സംതൃപ്തി അനുഭവിക്കുന്നത് പോലെയുണ്ടായിരുന്നു. നിദ്ര ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി. പക്ഷേ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശിയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൾക്കതിനും കഴിഞ്ഞില്ല. താൻ കൂടിയില്ലാതായാൽ ആ പാവത്തെ സത്യഭാമ കൊല്ലാതെ കൊല്ലുമെന്നുറപ്പാണ്. നിദ്ര കഴിയുന്നതും പുറത്തിറങ്ങാതെ കഴിച്ചുകൂട്ടി. ആളുകളുടെ മുഖത്ത് നോക്കാൻ അവൾക്ക് ഭയമായിരുന്നു. തിങ്കളാഴ്ച പതിവ് പോലെ രാവിലെ മുതൽ അടുക്കളയിലെത്തിയതായിരുന്നു നിദ്ര. ഒരു ജോലിയേക്കാളും തരം താഴ്ന്ന മട്ടിലാണ് ഇപ്പോൾ അവളോടുള്ള സത്യഭാമയുടെയും ശരണ്യയുടെയും പെരുമാറ്റം. ഉച്ചയ്ക്ക് 4-5 തരം കറികൾ വെച്ചതിന് ശേഷം ഒന്ന് നടന്നു നിർത്താമെന്ന് കരുതി അവൾ തീരെ വയ്യ. ശരീരമൊക്കെ വേദനിക്കുന്നു എന്നും വീട്ടിലെ മുറികളൊക്കെ തുടച്ച് വൃത്തിയാക്കണമെന്ന് നിർബന്ധമാണ് സത്യഭാമയ്ക്ക്. അതും എല്ലാവരുടെയും തുണി അലക്കലും മുത്തശ്ശിയുടെ കാര്യങ്ങളും കൂടിയാകുമ്പോൾ ആകെ തളർന്നു പോകുന്നു. നിദ്രമുറിയിലേക്ക് പോകാൻ തുടങ്ങിയതും സത്യഭാമ എതിരെ വന്നു. തമ്പുരാട്ടി എങ്ങോട്ടാ? ഞാൻ കിടക്കാൻ, നടുവേദനിക്കുന്നു ചെറിയമ്മേ. ഓ പിന്നെ പഞ്ഞിമിഠായി അല്ലേ, അങ്ങോട്ട് ഉളുങ്ങിപ്പോകാൻ. നീ ആ പലചരക്ക് കടയിലൊന്ന് പോയി വാ, കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട്. ശരത്തല്ലേ സാധാരണ ഇതൊക്കെ വാങ്ങുന്നത്? ആ, അവന് നല്ല തലവേദന, നീ പോയിട്ട് വാ. പിന്നെ വലിയ ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞതനുസരിച്ചാൽ മതി. നിനക്കിവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. ശരത്തിന് തലവേദനയാണെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് നിദ്രയ്ക്ക് മനസ്സിലായി. കുറച്ചു മുൻപ് അവൻ്റെ മുറിയിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ പോയപ്പോഴും ഫോണിൽ തോണ്ടിയിരിക്കുകയായിരുന്നു കണ്ടത്. പക്ഷേ നിദ്ര ഒന്നും തന്നെ മറുത്തു പറഞ്ഞില്ല. പറഞ്ഞിട്ടും കാര്യമില്ല, വെറുതെ തല്ലുകിട്ടുമെന്നല്ലാതെ. ഇപ്പം തന്നെ അടിക്കാൻ ചെറിയമ്മയ്ക്കും ദേവയാനിക്കും അമ്മൂമ്മയ്ക്കും ഒരു വലിയ വടി കിട്ടിയിരിക്കുകയാണ്. തൻ്റെ ഭാഗ്യദോഷം കൊണ്ട് സംഭവിച്ചത്. സത്യഭാമ ഒരു വലിയ ലിസ്റ്റ് നിദ്രയുടെ കയ്യിലേക്ക് കൊടുത്തു. വീട്ടിലേക്കുള്ള 10 കിലോ അരി മുതൽ വാങ്ങാനുള്ള പച്ചക്കറികൾ വരെ ഉണ്ടായിരുന്നു അതിൽ. ഒന്നും മറന്നിട്ട് ഇങ്ങോട്ട് വരരുത്. പിന്നെ ഒക്കത്തിനും എനിക്ക് കണക്കുണ്ട്. ഈ ലിസ്റ്റിൽ പറഞ്ഞ സാധനങ്ങളല്ലാതെ ഒരു മിഠായി പോലും വാങ്ങിയേക്കരുത്. ക്യാഷ് എണ്ണിക്കൊടുത്തുകൊണ്ട് സത്യഭാമ പറഞ്ഞു. ഓട്ടോ ക്യാഷോ ചെറിയമ്മേ? ടൗണിൽ നിന്ന് ഇങ്ങോട്ട് 10-25 മിനിറ്റ് നടപ്പില്ലേ സാധനങ്ങളെല്ലാം? അയ്യടി, നിനക്ക് ഇങ്ങോട്ട് 25 മിനിറ്റ് നടക്കാൻ വയ്യല്ലേ? നിന്റെ കാല് തേഞ്ഞു പോകുമോ? നിന്ന് ചിണുങ്ങാതെ പോടി. ബാക്കി പൈസ കൃത്യമായി കൊണ്ടുവന്നില്ലെങ്കിൽ അപ്പോൾ കാണാം എൻ്റെ തനി നിറം. മെയ് അനങ്ങാതിരിക്കണമെന്നേ പെണ്ണിനുള്ളൂ. എന്തൊക്കെ അടവുകളാ? ദേവയാനി പിറകിൽ നിന്ന് മുഖം കൂട്ടി. നിദ്ര വിഷമത്തോടെ സഞ്ചിയും തൂക്കി വേലി കടന്ന് പുറത്തുപോയി. എന്ത് രസമല്ലേ അമ്മേ അവളെ ഇങ്ങനെ ഇട്ട് വട്ട് തട്ടാൻ. ഷോ, അന്ന് അവളെ ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഇത് വല്ലത് നടക്കുമായിരുന്നു. സത്യഭാമ ചിരിയോടെ ചോദിച്ചു. അതേടി മോളെ, ശമ്പളം കൊടുക്കാതെ ഒരു വേലക്കാരിയെ കിട്ടുന്നതിൻ്റെ ഗുണം ശരിക്കും ഇപ്പോഴാണ് അനുഭവിച്ചറിയുന്നത്. 1 മിനിറ്റ് അവളെ ഇരിക്കാൻ സമ്മതിക്കരുത്, അനുഭവിക്കട്ടെ അവള്. എനിക്ക് പണ്ടേ ഈ സാധനത്തിനെ ഇഷ്ടമല്ല. നിന്റെ ജീവിതത്തിൽ എന്തിനാ ഇങ്ങനെ ഒരു കരടി എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴാ എനിക്കൊരു സ്വസ്ഥത കിട്ടിയത്. ദേവയാനിയുടെ വാക്കുകളിൽ നിദ്രയോടുള്ള വെറുപ്പ് തെളിഞ്ഞു നിന്നു. നിദ്ര സഞ്ചിയും തൂക്കി പാടവരമ്പത്തുകൂടെ നടന്നു. അവളുടെ ശിരസ് വല്ലാതെ കുനിഞ്ഞിരുന്നു. ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. ആളുകൾ പരിഹസിക്കുമോ എന്ന ഭയം. വഴിയിൽ വെച്ച് അയൽവാസികളായ ജാനകി അമ്മയെയും പാർവമ്മയെന്ന് വിളിക്കുന്നു പാർവതി വല്യമ്മയെയും കണ്ടുമുട്ടി. അവരേതോ കല്യാണത്തിന് പോയി വരികയായിരുന്നു. എന്തൊക്കെ നിദ്ര നിന്നെക്കുറിച്ച് കേൾക്കുന്നത്? എന്നാലും മിണ്ടാപൂജയെ പോലെ നടന്നിട്ട് നീ കലമുടിച്ചല്ലോടി, ജാനകി അമ്മ പറഞ്ഞു. ഓ, ഇതുപോലെ പാവം പിടിച്ച് നടക്കുന്നവരെ വിശ്വസിക്കാനേ പറ്റില്ല ജാനകി. കുറച്ച് സുഖം കിട്ടുമെങ്കിൽ എന്തും ചെയ്യാൻ തയ്യാറായപ്പോഴത്തെ ചില അവളുമാർ നടക്കുന്നത് ആ സത്യഭാമയുടെ ഒരു ഗതികേടേ. പാർവമ്മയുടെ സ്വരത്തിൽ പരിഹാസം നിറഞ്ഞു. നിദ്ര ഒന്നും മിണ്ടാതെ അവരെ കടന്നുപോയി. നോക്കിയടി ജാനകി, അവൾക്ക് വല്ല കൂസലുമുണ്ടോന്ന്? അവലക്ഷം പിടിച്ച ജാതി. പാർവമ്മ വീണ്ടും ജാനകിയോട് പറഞ്ഞു. സാധനങ്ങളെല്ലാം മേടിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം ചുമന്ന് നടക്കാൻ പറ്റില്ലെന്ന് നിദ്രയ്ക്ക് മനസ്സിലായി. പച്ചക്കറികളും സാധനങ്ങളും അരിയും എല്ലാം കൂടി ഒരു കെട്ടുണ്ട്. ഒരു ഓട്ടോ പിടിച്ച് പോകാതെ പറ്റില്ല. കയ്യിൽ ബാക്കി 40 രൂപയുണ്ട്. ഓട്ടോയ്ക്ക് 30 കൊടുത്താൽ മതി.
ആളുകളുടെ അർത്ഥം വെച്ച നോട്ടവും പിറുപിറുക്കലും സഹിക്കാൻ പറ്റുന്നില്ല. ആരും നേരിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും. നിദ്ര റോഡ് ക്രോസ് ചെയ്ത് ജംഗ്ഷനിലെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്നു. അവിടെ കുറെ ഓട്ടോ കൂട്ടം കൂടി നിൽപ്പുണ്ടായിരുന്നു. എടാ, ഇത് മറ്റേ പാർട്ടിയല്ലേ? ആ സിനിമാ നടൻ രുദ്രദേവിൻ്റെ കൂടെ കിടന്നിട്ട് വന്ന അവൾ ഇങ്ങോട്ടാണല്ലോ വരുന്നത്. നമുക്കൊരു കോളത്തെന്നാ തോന്നുന്നത്. കൂട്ടത്തിൽ ഷാഫി എന്ന പേരുള്ള ഒരുത്തൻ ജിമ്മി എന്ന തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു. നമുക്കൊന്ന് മുട്ടി നോക്കിയാലോ? കുറച്ച് ക്യാഷ് കൊടുത്താൽ ചിലപ്പോൾ വീണേക്കും. ജിമ്മി ഉഷാറായി. ഇതൊന്നും അറിയാതെ നിദ്ര അങ്ങോട്ടേക്ക് ചെല്ലുകയായിരുന്നു. നിദ്ര ഭാരമേറിയ സഞ്ചിയും തൂക്കി പിടിച്ചുകൊണ്ട് എന്തി വലിഞ്ഞാണ് ഓട്ടോ സ്റ്റാൻഡിലെത്തിയത്. ഓട്ടോ പിടിച്ച് വന്നെന്നറിഞ്ഞ ചെറിയമ്മ ഉണ്ടാക്കാൻ പോകുന്ന പുകിലുകളെക്കുറിച്ചൊന്നും അപ്പോൾ അവൾ ഓർത്തില്ല. ഇങ്ങോട്ട് പോരെ, ഇതിൽ കയറിക്കോ. ഷാഫി ഉടുത്തിരുന്ന കാവ്യമുണ്ടൊന്ന് മടക്കി കുത്തിക്കൊണ്ട് ഓട്ടോയിലേക്ക് കയറി തയ്യാറായിരുന്നു. അയാളുടെ അർത്ഥഗർഭമായ ചിരി കണ്ടപ്പോൾ തന്നെ നിദ്രയുടെ മനസ്സിൽ കരട് വീണിരുന്നു. അവരെല്ലാവരും തന്നെ ന്യൂസ് കണ്ടവർ ആയിരിക്കുമെന്നത് അവൾക്കുറപ്പാണ്. കാരണം അതിനു മാത്രം പ്രചാരണം ആ ന്യൂസ് ചാനലുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് എന്തുകൊണ്ടോ ഷാഫിയുടെ ഓട്ടോയിൽ കയറാൻ തോന്നിയില്ല. കുറെ കൂടി പിന്നിലുള്ള ഓട്ടോകൾ ലക്ഷ്യമാക്കി നിദ്ര നടന്നു. ഷാഫിയും ജിമ്മിയും നിദ്രയെ വിടാൻ ഭാവമില്ലായിരുന്നു. അവർ അർത്ഥം വെച്ച ചേഷ്ടകൾ കൈമാറിക്കൊണ്ട് അവൾക്ക് പിന്നാലെ കൂടി. ഓ, നമ്മുടെ ഓട്ടൊന്നും അവൾക്ക് പിടിക്കില്ലായിരിക്കും. അവൾക്ക് വലിയ കോളീസൊക്കെയല്ലേ പറ്റൂ. അമർത്തി ചിരിച്ചുകൊണ്ട് ജിമ്മി പറഞ്ഞപ്പോൾ നിദ്ര ഭയത്തോടെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കി. പിന്നീട് അവർ പിന്തുടരുന്നത് മനസ്സിലായപ്പോൾ അവൾ വേഗത്തിൽ നടപ്പ് തുടർന്നു. മോളെ, നീ പറയുന്ന റേറ്റ് തരാം. നിന്റെ സിനിമാ നടൻ്റെ അത്രയ്ക്കൊന്നും പറ്റില്ലായിരിക്കും. അത്രയും മൊഞ്ചനുമില്ലെങ്കിലും ഞങ്ങൾ നല്ല ഉഷിരുള്ള ആൺപിള്ളേരാടി. നീ ചുമ്മാ ജാടയിടാതെ വന്ന് ഓട്ടോയിൽ കയറ്. ഷാഫി അവളുടെ നടത്തത്തിൻ്റെ വേഗത കൂടിയപ്പോൾ കുറെ കൂടി വേഗത്തിൽ പിന്തുടർന്നുകൊണ്ട് പറഞ്ഞു. നിദ്രയപ്പോൾ കരയുമെന്നായി. അവൾ വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ തോന്നിയ നിമിഷത്തെ മനസ്സിൽ പഴിച്ചുകൊണ്ടിരുന്നു. ഓ, നിനക്ക് സിനിമാ നടനെ മാത്രമേ പറ്റുള്ളൂ അല്ലേ? എടാ, അവളെ വിട്ടേക്കടാ. അവൾക്ക് ആ രുദ്രദേവിനെയൊക്കെയല്ലേ പരിചയം. ബഡാ ബഡാ ടീംസിനെ മാത്രമേ പിടിക്കൂ. അവളെ പിന്നെ എടുക്കാം നമുക്ക്. നീ ഇങ്ങ് പോര്. നിദ്ര അപ്പോഴും ഓടുകയായിരുന്നു. അവരുടെ വാക്കുകൾ കേട്ടപ്പോൾ ചെവിയിൽ തീ കോരിയിട്ടതുപോലെ അവൾ പൊള്ളി പിടഞ്ഞു. കുറച്ചു ദൂരം കൂടി പിന്തുടർന്ന ശേഷം ഷാഫിയും ജിമ്മിയും നിരാശയായി. തിരികെ പോകുന്നതറിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായി. ഇങ്ങോട്ട് കയറിക്കോ മോളെ, എവിടേക്കാ പോകേണ്ടത്? ഒരു മധ്യവയസ്കൻ നിദ്ര മുന്നോട്ട് നടക്കുന്നതിനിടെ ഓട്ടോയിൽ നിന്ന് പുറത്തേക്ക് തലയിട്ടുകൊണ്ട് പറഞ്ഞു. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അയാൾ ന്യൂസ് കണ്ടിരിക്കാൻ വഴിയില്ലെന്ന് നിദ്രയ്ക്ക് തോന്നി. അവൾ വേഗത്തിൽ ഓട്ടോയിൽ കയറി. മണിയണ്ണ, ഇത് മറ്റേ കക്ഷിയാ. ആ ഹോട്ടലിൽ സിനിമാ നടൻ്റെ ഒപ്പം പിടിച്ച ഏതോ ഒരു ഓട്ടോക്കാരൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടയിൽ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപമാനഭാരം കൊണ്ട് തൊലിയുരിഞ്ഞു പോകുമെന്ന് തോന്നിയപ്പോൾ നിദ്ര മുഖം കുനിച്ചിരുന്നു. അവൾ ആരെയും നോക്കിയില്ല. വിട്ടുകളയടാ, ആ കൊച്ചിന് ജീവിക്കണ്ടേ. മോളതൊന്നും കാര്യമാക്കണ്ട. അയാൾ ഓട്ടോ എടുത്തപ്പോൾ അവൾക്ക് ആശ്വാസമായി. ഈ ഓട്ടോയിലിരിക്കുന്ന കുറച്ചു നേരം മാത്രമായിരിക്കും തനിക്ക് ഒരിത്തിരിയെങ്കിലും മനസ്സമാധാനത്തോടെ ചിലവഴിക്കാൻ കഴിയുന്നത്. പുറത്തിറങ്ങിക്കഴിഞ്ഞ ആൾക്കാരുടെ കുത്തിപ്പറച്ചിലും ശകാരവും മാത്രം. വീട്ടിലെത്തിക്കഴിഞ്ഞ മല്ലുപണിയും ചെറിയമ്മയുടെ അടിയും വഴക്കും എല്ലാം കൊണ്ടും അവൾക്ക് ജീവിതം അടുത്തു തുടങ്ങിയിരുന്നു. വഴി പറഞ്ഞു കൊടുത്ത് കുറേ നേരം കണ്ണുകളടച്ച നിദ്ര അങ്ങനെ തന്നെയിരുന്നു. അടഞ്ഞുപോയ മിഴികൾക്ക് താഴേക്കായി ചാലിട്ട് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. കുറേ ദൂരം പിന്നിട്ടിട്ടും വീടെത്താത്തത് കണ്ടപ്പോൾ അവൾക്ക് സംശയമായി കണ്ണുകൾ തുറന്നു നോക്കിയതാണ്. തനിക്ക് പരിചയമില്ലാത്ത ഏതൊക്കെയോ വഴിയിൽ കൂടിയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. ചേട്ടാ, ഇതല്ല വഴി. ചേട്ടന് വഴി തെറ്റിയെന്ന് തോന്നുന്നേ. ഏതോ കുറ്റിക്കാട് പോലെയുള്ള പ്രദേശത്തിലൂടെ ഓട്ടോ സഞ്ചരിക്കുന്നത് കണ്ട് പരിഭ്രാന്തയായ നിദ്ര അയാളോട് പറഞ്ഞു. അയാൾ ഒന്നും തന്നെ മിണ്ടുന്നില്ലായിരുന്നു. നിദ്രയുടെ നെഞ്ചിടിപ്പേറി. താനേതോ അപകടത്തിലേക്കാണ് ഈ പോകുന്നത് എന്ന് അവളുടെ ഉള്ളം മൊഴിഞ്ഞുകൊണ്ടിരുന്നു. ചേട്ടാ, എന്നെ എൻ്റെ വീട്ടിലെത്തിക്ക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കും. അപ്പം നിദ്ര ഉറക്കെ കരഞ്ഞു തുടങ്ങിയിരുന്നു. അവിടെ അടങ്ങിയിരിക്കടി പെണ്ണെ, അവളൊരു ശീലാവതി. ഓട്ടോക്കാരൻ ദേഷ്യത്തിൽ ശകാരിച്ചപ്പോൾ അവളുടെ നിലവിളി കുറെ കൂടി ഉച്ചത്തിലായി. അയാൾ ഒരു നീല കോളീസിന് മുന്നിലേക്ക് ഓട്ടോ നിർത്തിയത്. ഗ്ലാസ് താഴ്ത്തി അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന മുഖം അവൾ ഒരിക്കലേ കണ്ടു. അവളുടെ മനസ്സിൽ വേരു പടർന്ന് കണക്കെ ഭീതി പടർന്നു പിടിച്ചു. ഗുണ്ടയെ പോലെ ക്രൂരമുഖമുള്ളവൻ ഒരുവൻ മുന്നിലും അയാളുടെ അനുയായികളെന്ന് തോന്നിച്ച കുറച്ചു പേര് പിന്നിലുമായിരിക്കുന്നു. ഡ്രൈവർ ഓട്ടോ എന്ന് വേഗത കുറച്ചതും നിദ്ര അതിൽ നിന്നും ചാടിയിറങ്ങി. സഞ്ചിയും സാധനങ്ങളും ഒന്നും എടുക്കാൻ നിൽക്കാതെ പ്രാണരക്ഷാർത്ഥം നിദ്ര കാടിൻ്റെ ഉള്ളിലേക്ക് ഓടി. ഡാ, അവളെ ഒന്ന് പിടിക്ക്.
ഓട്ടോക്കാരൻ അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞപ്പോൾ മല്ലന്മാർ വണ്ടിയിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് അവൾക്ക് പിന്നിലായി നാനാഭാഗത്തേക്കുമായി ചിതറിയോടി. നിദ്ര എങ്ങോട്ടുന്നില്ലാതെ രക്ഷയ്ക്കായി പരക്കം പായുകയായിരുന്നു. ആ ഓട്ടോക്കാരൻ തന്നെ ചതിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. ജീവിതത്തിൽ ഇനിയൊന്നും തന്നെ ബാക്കിയില്ല എന്നവൾക്ക് തോന്നി. ഉണ്ടായിരുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളെല്ലാം പൊയിഞ്ഞുപോയി. ഇപ്പോഴിതാ തൻ്റെ ശരീരത്തിൽ ലക്ഷ്യമിട്ട് ആരുടെയൊക്കെയോ കഴുകൻ കണ്ണുകൾ ഉയർന്നിരിക്കുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ തീരൂ. മാനം കെട്ടിട്ട് നിദ്ര പിന്നെ ജീവിച്ചിരിക്കില്ല. അടുത്തു വരുന്ന ബോട്ടുകളുടെ ഭീകര ശബ്ദം നിദ്രയെ ഭയപ്പെടുത്തി. ഏതൊക്കെയോ ഉള്ളുവഴികളിലൂടെ ഓടുകയാണ്. കാടുപോലെ കിടക്കുന്ന ഒരിടം. എവിടെയാണ് ഒരഭയമെന്നറിയില്ല. വയ്യ, ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യ. തളർന്നു പോകുന്നു. ശ്വാസം കിട്ടുന്നില്ല. അവളുടെ പിന്നാലെ എത്തിയവർ ഒരുവൻ അവളുടെ ധാവണയിൽ പിടുത്തമിട്ടു. എങ്ങോട്ടാടി മോളി ഓടുന്നത്? നിന്നങ്ങനെ വിടുമെന്ന് തോന്നുന്നുണ്ടോ ഞങ്ങൾ? പ്ലീസ് എന്നെ വിടാൻ. നിദ്ര കരഞ്ഞുകൊണ്ട് കുതറി. പക്ഷെ അയാളുടെ കയ്യിൽ പിടിമുറുക്കി. അപ്പോഴേക്കും ആ ഗുണ്ടയുടെ കൂടെയുള്ളവരും പാഞ്ഞെത്തി. പേടികൊണ്ട് നിദ്രയ്ക്ക് നെഞ്ച് പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവൾ നിലത്തേക്ക് കുഴിഞ്ഞു വീണു. പെണ്ണ് പേടിച്ച് ബോധം കെട്ടല്ലോ, ഒരുത്തൻ പറഞ്ഞു. ശരിയാ, നമുക്ക് പോയി വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരാം. അത്രയും ദൂരെ പെണ്ണിനെയും ചുമന്ന് കൊണ്ടുപോകുന്നത് സേഫല്ല. അപ്പോഴേക്കും അവന്മാർ തിരക്കി നിദ്രയെ ഓട്ടോയിൽ കയറ്റിക്കൊണ്ടുവന്ന ആളെത്തി. എന്താ മക്കളെ, കിട്ടിയോ? വേഗമാകട്ടെ. ആരെങ്കിലും കാണുന്നതിന് മുന്നേ പെണ്ണിനെ എത്തിച്ചേണ്ടടുത്ത് എത്തിച്ചാലേ ക്യാഷ് തടയൂ. എനിക്കും നിങ്ങൾക്കും. ചേട്ടാ, ഇവള് ബോധം കെട്ട് കിടക്കുകയാ. ചേട്ടനൊരു കാര്യം ചെയ്യുക, ഇവളുടെ അടുത്തിരിക്ക്. ഞങ്ങൾ വേഗം വണ്ടിയും എടുത്ത് കൊണ്ടുവരാം. എടാ മക്കളെ, ആരെങ്കിലും കണ്ടാൽ പ്രശ്നമാകും. അതിന് ഈ കാട്ടുമുക്കിലൊക്കെ ആര് വരാനാ? ഞങ്ങളൊരു സെക്കൻഡിനുള്ളിൽ വരും. പിന്നെ ആരെങ്കിലും കണ്ടാൽ തന്നെ ചേട്ടൻ്റെ മോളാണ്, വയ്യാഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോകാനായി വണ്ടി വിളിക്കാൻ അയാളെ വിട്ടിരുകയാണെന്നങ്ങ് പറഞ്ഞേക്കണം. പിന്നെ പ്രശ്നമില്ലല്ലോ. ലക്ഷണം കണ്ടിട്ട് പെണ്ണ് ഇപ്പോഴെങ്ങും ഉണരില്ല. അവളുടെ തലയെടുത്ത് മടിയിൽ വെച്ചോ. ഹോ, നിനക്കൊക്കെ കാഞ്ഞ ബുദ്ധിയാ കേട്ടോ, പോയിട്ട് വാ. അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആ ഗുണ്ടകൾ വേഗത്തിൽ വന്ന വഴിയെ പാഞ്ഞു. അയാൾ നിദ്രയുടെ അരികിൽ മുട്ടുകുത്തിയിരുന്നു. അയാളുടെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരവടിവുകളുമായി നോക്കി. ഓ, എന്നാ സൗന്ദര്യമായി പെണ്ണിന്. ഇന്ന് നല്ല കാശ് തടഞ്ഞത് തന്നെ. അയാൾ അവളുടെ ശിരസ്സെടുത്ത് തൻ്റെ മടിയിൽ വയ്ക്കാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ മൊബൈൽ ബെല്ലടിച്ചത്. മോശം, ഈ സമയത്ത് ആരാണാവോ? നമ്പർ നോക്കിയതും അയാൾ വേഗം ഫോൺ എടുത്തു. സർ, നീങ്കളാ? പൊണ്ണ് കസ്റ്റഡിയിലിരിക്ക്. അപ്പടിയാ, വെണ്ണസെറുപ്പ് മാതിരി ഒരുത്തി. നീങ്ക ഒന്നും കവലപ്പെടേണ്ട. താൻ സംസാരിക്കുന്നതിനിടയിൽ നിദ്ര കണ്ണു തുറന്നതും അവളുടെ കൈകൾ നിലത്തു കിടന്ന മരത്തടിയിൽ സ്പർശിക്കുന്നതും അയാൾ ശ്രദ്ധിച്ചില്ല. ഒരു നിമിഷത്തിനുള്ളിൽ അത് സംഭവിച്ചത്. അവൾ പിടഞ്ഞെഴുന്നേറ്റ് ആ മരത്തടി കയ്യിലെടുത്തതും അയാളുടെ ശിരസിലേക്കാക്കി അടിച്ചതും ഒരുമിച്ചായിരുന്നു. അയാളിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. അയാളുടെ തലയിൽ നിന്ന് രക്തം വാർന്നൊഴുകി. നിദ്ര സമയം പാഴാക്കാതെ ആ മരത്തടി താഴെ എറിഞ്ഞ് മുന്നോട്ടോടി. അയാൾക്ക് ഈ അവസ്ഥയിൽ തന്നെ പിന്നാലെ എത്താൻ പറ്റില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പക്ഷേ മറ്റവരെ സൂക്ഷിക്കണം, അവർ ഏത് നിമിഷവും തന്നെ തേടി വരും. നിദ്ര ഓടിക്കയറിയത് മുന്നിലുള്ള വിജനമായ ഒരു പൊന്തക്കാട്ടിലേക്കായിരുന്നു. കുറച്ചു ദൂരം ഓടിയപ്പോഴേക്കും അവൾ വല്ലാതെ തളർന്നു. മുന്നിലൊരു വലിയ ആൾവൃക്ഷവും ഒരു റോയൽ ബ്ലൂ നിറത്തിലുള്ള ആഡംബര കാറും കിടക്കുന്നത് കണ്ടു. കാറിൻ്റെ ബാക്ക് ഡോർ കുറച്ച് ഓപ്പണായി കിടന്നിരുന്നു. വണ്ടിയിലേക്ക് കയറിയിരുന്നാലോ എന്നവൾ ഒരു നിമിഷം ചിന്തിച്ചു. വേണ്ട, അതൊരു മറ്റൊരു അപകടമായാലോ. പക്ഷേ ആ ഗുണ്ടകളിൽ നിന്ന് താൻ അധിക ദൂരമൊന്നും പിന്നിട്ടിട്ടില്ല. ഏത് നിമിഷവും പിടിക്കപ്പെടും. ചിലപ്പോൾ ഈ കാറിൽ കയറിയിരുന്ന ഒരു രക്ഷ കിട്ടിയാലോ. അലിവുള്ള ആരെങ്കിലുമാണ് ഇതിൻ്റെ ഉടമയെങ്കിൽ ഒരു പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാതിരിക്കുമോ? ആ ചിന്ത വന്നതും സമയം കളയാതെ നിദ്ര അതിൽ കയറിയിരുന്ന് തുറന്നു കിടന്ന ഡോറ് വലിച്ചടച്ചു. അവൾ സീറ്റിലേക്ക് ചാഞ്ഞിരുന്ന് കിതച്ചു. കുറെ നേരത്തേക്ക് അവളുടെ ഭീതിതമായ മിഴികൾ പുറത്തു പാഞ്ഞു നടന്നു. പക്ഷെ ആരും അങ്ങോട്ടേക്ക് എത്തിയില്ല. അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ തളർച്ച കൊണ്ടോ ക്ഷീണം കൊണ്ടോ ആ പാവം പെണ്ണ് ആ സീറ്റിൽ കിടന്നുറങ്ങിപ്പോയി. 10-15 മിനിറ്റ് കഴിഞ്ഞു കാണണം. ജീൻസും ഫോർമൽ ഷർട്ടും ധരിച്ച ഒരാൾ വന്ന് വണ്ടി മുന്നോട്ടെടുത്തു. പിറകിൽ ഒരു പെൺകുട്ടിയുള്ള കാര്യം അയാളോ താനിരിക്കുന്ന വാഹനം മുന്നോട്ട് പോകുന്നത് അവളോ അറിഞ്ഞിരുന്നില്ല.